സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിക്കായൽ സാറുടെ ടാക്ടിക്സിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഓരോ മാച്ചിന് ശേഷവും ഹൈലൈൻ കളിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിഫൻസീവ് പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ സംസാരിക്കാത്തൊരു കാര്യമുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്റ്റാർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഹൈലൈൻ കളിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. നമ്മൾ മോഡേൺ ഫുട്ബോളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട ടീമുകളൊക്കെ ഹൈ പ്രസ്സിങ്ങും കൗണ്ടർ പ്രസ്സിങ്ങൊക്കെ കളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ടീമുകളാണ്. പക്ഷേ അവർക്കൊന്നും ഇല്ലാത്ത ഇത്രയധികം പ്രശ്നങ്ങൾ ഡിഫൻസീവ്ലി ഗോൾ വഴങ്ങുന്ന കാര്യത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒന്നാമതാണ്. സോ ഹൈലൈൻ കളിക്കുമ്പോൾ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒഫൻസീവ് ഫുട്ബോൾ, വെർട്ടിക്കൽ ഗെയിം എന്നൊക്കെ പറയുന്ന ഹൈ പ്രസ്സിങ്ങും കൗണ്ടർ പ്രസ്സിങ്ങും ഹൈലൈനൊക്കെ വെച്ച് കളിക്കുന്ന സിറ്റുവേഷനിൽ ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹൈലൈൻ കളിക്കുമ്പോൾ ഏറ്റവും അധികം ഡിഫൻസീവ്ലി ടീമിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഓഫ് സൈഡ് ട്രാപ്പ്. ഗോൾ കീപ്പറിനും ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിനും ഇടയിൽ വരുന്ന സ്പേസ് ഹൈ ബോൾ വെച്ചിട്ടോ ലോങ് ത്രൂ ബോൾ വെച്ചിട്ടോ ഒക്കെ ഓപ്പൺ ടീം മുതലാക്കാൻ ശ്രമിക്കും. അത് നമ്മൾ ഇതിനോടൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ ബോളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും അധികം സാധിക്കുന്നത് അവിടെ ഡിഫൻസീവ് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു കോർഡിനേഷനും അവരുടെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഒരു നല്ല ഓഫ് സൈഡ് ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ അധികം ഓടാതെയും എഫേർട്ട് ഇടാതെയൊക്കെ ഈ ഡിഫൻസീവിൽ ഈ പറഞ്ഞ ലോങ് ബോളുകളെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളൊരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഓഫ് സൈഡുകൾ നമുക്ക് അനുകൂലമായിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാച്ച് നോക്കുകയാണെങ്കിലും FC ഗോവക്കെതിരായ മാച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ് സൈഡേ കിട്ടിയിട്ടില്ല. ആ ഓർഗനൈസ്ഡ് ആയിട്ട് ആ ഓഫ് സൈഡ് ട്രാപ്പ് ആസ് എ യൂണിറ്റ് എന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഇതിന് മുൻപ് ഒരു മാച്ചിനെ പറ്റി സംസാരിച്ചിരുന്നു. ഒഡീഷ FC ബംഗളൂരു FC മാച്ച്. ആ മാച്ചിൽ ബംഗളൂരു FC മുന്നോട്ട് കയറി വന്ന് അവരൊരു ഹൈലൈൻ കളിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ അവരുടെ വീക്ക്നെസ്സുകൾ പറഞ്ഞപ്പോഴും ആ മാച്ചിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ആ ഡിഫൻസീവ് ലൈൻ ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഒരു സിറ്റുവേഷനിൽ 14ാമത്തെ മിനിറ്റിൽ ഒഡീഷ FC ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ ഹൈ ബോൾ വെച്ചിട്ട് ഡിയാഗോ മൗറീഷ്യോയെ ഗോൾ കീപ്പറിനും ഡിഫൻസിനും ഇടയിൽ വെച്ചിട്ടുള്ള സ്പേസിലൂടെ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ പന്ത് വരുന്ന സമയത്ത് ബംഗളൂരുയുടെ ഡിഫൻസ് വളരെ നല്ല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അവർ ആ ലൈൻ സെൻട്രൽ ലൈൻ ഒരു റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ആ ഡിഫൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി എല്ലാവരും ആ ലൈൻ കൃത്യമായി കീപ്പ് ചെയ്ത് ഒരു ഓഫ് സൈഡ് ട്രാപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ട്രാപ്പിൽ മൗറീഷ്യോ വീഴുന്നുമുണ്ട്. പക്ഷേ ഈ സെയിം സംഭവം നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ തന്നെ ബംഗളൂരു FC നേടിയ രണ്ടാമത്തെ ഗോളുണ്ട്. ആ സിറ്റുവേഷൻസിലൊക്കെ ഡിഫൻസിലേക്ക് ഒരു പന്ത് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് ലൈൻ ഇങ്ങനെ W പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ സിറ്റുവേഷനിൽ ഹോർമി ഒന്ന് കയറി നിന്നെങ്കിലോ ആ നവോച്ചയും കൊയ്ഫും ഹോർമിയൊക്കെ ഒരു നേർരേഖയിലായിരുന്നെങ്കിൽ അവിടെ ഓഫ് സൈഡ് ട്രാപ്പിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് ആ മൂവ്മെന്റ് അവസാനിപ്പിക്കാമായിരുന്നു. ഈ ഗോൾ വിടാൻ അത് മാത്രമല്ല കാരണം. പക്ഷെ എന്നാലും ഇതുപോലുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കും. ഒരാൾ ഇറങ്ങി നിൽക്കുന്നു, ഒരാൾ കയറി നിൽക്കുന്നു, ഫുൾ ബാക്ക് രണ്ടും ചിലപ്പോൾ പരിസരത്ത് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ഷേപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ ഡിഫൻസീവ് ലൈൻ വെക്കുമ്പോൾ അവിടെ ഓഫ് സൈഡ് ട്രാപ്പിനുള്ള ഒരു ചാൻസേ ഇല്ല. ഈ പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന ഒരാളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഓപ്പണിന് റണ്ണ് നടത്തി കഴിഞ്ഞാൽ ആ ഓഫ് സൈഡ് ട്രാപ്പ് അവിടെ പൊളിഞ്ഞു. സോ ഇവിടെ ആദ്യം വേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ആ ലൈൻ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിന്റെ അത്യാവശ്യം ബ്ലാസ്റ്റേഴ്സിന് അവിടെ ഉണ്ട്. സോ ഇവിടെ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് സൈഡ് ട്രാപ്പ് വഴി ഒരുവിധപ്പെട്ട ഹൈ ത്രൂ ബോളുകളൊക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇനി രണ്ടാമതായിട്ട് ഈ പറഞ്ഞ ഹൈലൈൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഡിഫൻഡേഴ്സിന് വേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. സ്വീപ്പറായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയർ അല്ലെങ്കിൽ പേസ് ഉള്ള ഈ പറഞ്ഞ ഓടി ആ ത്രൂ റിസീവ് ചെയ്യുമ്പോൾ ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ആയി കഴിഞ്ഞാൽ പേസ് കൊണ്ട് ആ പ്ലെയറിനെ മാച്ച് ചെയ്ത് ആ പ്ലെയറിൽ നിന്ന് പന്ത് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ടാക്കിൾസും അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന അതേസമയം കാം ആയിട്ടുള്ള സ്വീപ്പറായിട്ട് കളിക്കാൻ പറ്റുന്ന ഡിഫൻഡേഴ്സിന്റെ സാന്നിധ്യമൊക്കെ ഈ ഡിഫൻസീവ് ലൈനിൽ അത്യാവശ്യമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇവിടെയൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ചില പ്ലേയേഴ്സിന് പേസ് ഉണ്ടെങ്കിൽ ഡിഫൻസീവ് അവയർനെസ് ഇല്ല. ഡിഫൻസീവിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ചില പ്ലേയേഴ്സിന് പേസ് ഇല്ല. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഡിഫൻസീവ് വീക്ക്നെസ്സുകൾ ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡിഫൻസീവ് വീക്ക്നെസ്സുകൾ ഓപ്പണന്റിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ശരിക്കും ഈ എങ്ങനെയാണ് ഡിഫൻസീവ്ലി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത്? ഡിഫൻസിലേക്ക് പന്ത് വരുന്നത് കൊണ്ടാണ്. ഡിഫൻസിലേക്ക് പന്ത് വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്ക്നെസ്സുകളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഹൈഡ് ആയിരിക്കും. ഓപ്പണന്റിനെ അത് കാര്യമായ രീതിയിൽ മുതലാക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഡിഫൻസിനേക്കാൾ കൂടുതൽ ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്, ഡിഫൻസിന്റെ ഇരട്ടിപ്പണി ഇവിടെ എടുക്കേണ്ടത് ഒഫൻസാണ്. അവിടെ ഈ പറഞ്ഞ കൗണ്ടർ പ്രസ്സിംഗ് ആണെങ്കിലും ഹൈ പ്രസ്സിംഗ് ആണെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും അവിടെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ആൻഡ് എഫക്റ്റീവായിട്ട് അത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡിഫൻസിലേക്കുള്ള പന്ത് വരവ് കുറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്ന ഗോളുണ്ട്. ആ ഗോളിന്റെ തുടക്കം എന്ന് പറയുന്നത് ബംഗളൂരുവിന്റെ ഹാഫിൽ കിട്ടുന്ന ഒരു ത്രോയിനാണ്. ആ ത്രോയിൻ പിന്നീട് എഫക്റ്റീവുള്ള ഒരു മൂവ്മെന്റ് ആക്കി മാറ്റുന്നത് അവരുടെ റൈറ്റ് ബാക്ക് നിഖിൽ പുജാരിയാണ്. റൈറ്റ് ബാക്ക് നിഖിലിനെ പന്ത് കിട്ടുമ്പോൾ അദ്ദേഹം ഒന്ന് കീപ്പ് ചെയ്ത് ആ പന്തുമായിട്ട് ഡ്രിബിൾ ചെയ്ത് ആ ടീമിന്റെ ഹാഫ് വരെ എത്തുന്നുണ്ട്. ഇത് ഒരിക്കലും ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഹൈ പ്രസ്സിങ്ങോ അല്ലെങ്കിൽ പ്രസ്സിംഗ് ഹൈലൈൻ കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഈ
പറഞ്ഞ പോലെ ഒരു ഡിഫൻഡറിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മിഡ്ഫീൽഡറിനോ ഫ്രീ ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സിന്റെ ഇടയിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്പണന്റിന് മുന്നോട്ട് കയറി വരാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. ഇങ്ങനെ നിഖിൽ പൂജാരി വന്നിട്ട് ഈ പറഞ്ഞ റൈറ്റിൽ നിൽക്കുന്ന എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു പ്ലെയറിന് പാസ് കൊടുക്കുന്നു. ഇവിടെയാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ പ്രശ്നം ഈ മാച്ചിൽ മാത്രമല്ല സീസണിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ ഓഫൻസീവ് വിങ്ങേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ആ സൈഡിൽ നോവ യൂസ് ചെയ്യുമ്പോൾ നോവ ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരാനുള്ള നിർദ്ദേശങ്ങൾ വളരെ കുറവായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ അതിലൂടെ വരുന്ന കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട്. പല സിറ്റുവേഷനിലും നോവ അങ്ങനെ ഇറങ്ങി വരുന്ന സിറ്റുവേഷൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ പ്ലെയറിനെ പ്ലേസ് ചെയ്തിട്ട് പല ടീമുകളും വൈഡിലെ സ്പേസ് ബ്ലാസ്റ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ മാച്ചിൽ ഈ ഗോളിലേക്ക് വരാണെങ്കിലും അവിടെ ഒരു എക്സ്ട്രാ പ്ലെയർ വൈഡിലേക്ക് വരുന്നു. അങ്ങനെയാണ് അവിടെ ആ ഒരു പ്ലെയറിന് ഫ്രീ ആയിട്ട് പന്ത് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. റൈറ്റ് സൈഡിൽ ഈ പ്രശ്നം അങ്ങനെ വരാറില്ല. കോറൂസിംഗ് ആണെങ്കിൽ അധികം ഈ പറഞ്ഞ ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ലെഫ്റ്റിലെ നോവ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒഫൻസീവ്ലി ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഒരു വൈഡിലൊരു പ്ലാൻ ബ്ലാസ്റ്റേഴ്സിന് വേണം. അല്ലാത്ത സിറ്റുവേഷൻസിലെല്ലാം വൈഡിലൊരു എക്സ്ട്രാ പ്ലെയറിനെയോ അല്ലെങ്കിൽ ഈ ഫുൾ ബാക്കിനെയോ തന്നെ പ്ലേസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ മുന്നോട്ട് കയറി വരും. സോ ഇവിടെ ഈ പറഞ്ഞ ഫ്രണ്ട് ലൈനിലൂടെ വരുന്ന മൂവ്മെന്റ് ആണ്. ആ ഫ്രണ്ട് ലൈനിൽ നിന്ന് വരുന്ന മൂവ്മെന്റ്സ് നമ്മളൊരു ഹൈ പ്രസ്സിങ്ങോ അല്ലെങ്കിൽ മിഡ് ബ്ലോക്കോ ഒക്കെ വെച്ചിട്ട് കൃത്യമായ രീതിയിൽ ഡിഫൻസീവ് ഷേപ്പ് സെറ്റ് ചെയ്ത് മിഡിലോ സ്ട്രൈക്കിംഗ് സോണിലോ വെച്ച് തന്നെ ആ ഒരു പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യണം. ഒരു കാരണവശാലും ആ പന്ത് ഡിഫൻസീവിലേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിഫൻസീവ് വീക്ക്നെസ്സുകൾ എക്സ്പോസ് ആവും. ഇവാന്റെ സമയത്തൊക്കെ അദ്ദേഹം കൃത്യമായ രീതിയിൽ മിഡ് ബ്ലോക്കും അല്ലെങ്കിൽ ആ സ്ട്രൈക്കിംഗ് സോണൊക്കെ വെച്ചിട്ട് ഹൈ പ്രസ്സിംഗ് എഫക്റ്റീവായിട്ട് ചെയ്ത് ട്രാൻസിഷൻ വഴി ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നഷ്ടമാവുന്ന ഒരു കാര്യം എഫക്റ്റീവായുള്ള ഹൈ പ്രസ്സിംഗ്, ഫ്രണ്ട് ലൈൻ പ്രസ്സിംഗ്, മിഡിലൂടെയുള്ള റിക്കവറീസ് നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പന്ത് ഇപ്പുറത്തേക്ക് ഒരുപാട് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്യുമ്പോഴും ഓപ്പണന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പന്ത് കിട്ടിയിട്ട് നമ്മൾ കൗണ്ടർ പ്രസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ ആ പന്ത് റിക്കവർ ചെയ്യുമ്പോഴും എഫക്റ്റീവായിട്ട് ആ പന്ത് റിക്കവർ ചെയ്യാൻ, ആ പന്ത് തിരിച്ച് വാങ്ങിക്കാൻ നമ്മുടെ മിഡിനോ സ്ട്രൈക്കിംഗ് സോണിലെ പ്ലേയേഴ്സിനോ സാധിക്കേണ്ടതുണ്ട്. സെക്കൻഡ് ഹാഫിൽ ബംഗളൂരു എഫ് സിക്കെതിരെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളിച്ച സിറ്റുവേഷൻസിൽ ലൂണയ്ക്ക് ഒരുപാട് ഇന്റർസെപ്ഷൻസും നോവ സദോയ്ക്ക് ഒരുപാട് ആക്റ്റീവായിട്ട് കളിച്ചതിൻ്റെ ആ ഒരു സമയത്താണ് കുറച്ചുകൂടി ബ്ലാസ്റ്റേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനും ഇങ്ങോട്ടേക്ക് അധികം ഫസ്റ്റ് ഹാഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ നമ്മൾ ആ സമനില ഗോൾ വഴങ്ങും വരെ അധികം ഇങ്ങോട്ട് പന്ത് വരാതിരിക്കാനുള്ള കാരണം ആ സമയത്ത് നമ്മുടെ അറ്റാക്കും ആ പ്രസ്സിങ്ങും അവിടെയുള്ള അഗ്രഷനും നന്നായിരുന്നു എന്നുള്ളതാണ്. സോ ഇതൊരു മാച്ചിൽ ഉടനീളം ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡിഫൻസീവ് വീക്ക്നെസ്സുകൾ നമുക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക്. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്നതും ഹൈലൈൻ വെച്ചിട്ടാണ്. ബ്ലാസ്റ്റേഴ്സ് പന്ത് കൈവശം വെക്കുമ്പോൾ തന്നെ നമ്മുടെ സെൻട്രൽ ബാക്കിനെ മുന്നോട്ട് കയറ്റി കൊണ്ടുവന്ന് ആ ലൈൻ വളരെയധികം മുന്നോട്ട് കയറി വരുന്നതും ആ രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ലൈൻ പ്ലേയേഴ്സ്, പ്രത്യേകിച്ചും നോവയാണെങ്കിലും ലൂണയാണെങ്കിലും ഹേസൂസ് ആണെങ്കിലും അവരെല്ലാം കുറച്ചധികം മാർക്കിങ്ങിലേക്ക്, ആ ക്രൗഡഡ് സിറ്റുവേഷൻസിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നോവ കഴിഞ്ഞ 2 മാച്ചിലായിട്ട് വളരെയധികം മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ആ 2 മാച്ചിലും നിഖിൽ പൂജാരിയും അതുപോലെ തന്നെ ബോറിസ് സിംഗിനും ഒപ്പം തന്നെ ബംഗളൂരു എഫ് സിക്കെതിരെ റയാൻ വില്യംസും അതുപോലെ തന്നെ ഗോവയ്ക്കെതിരെ ഈ പറഞ്ഞ യാസിറും അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാൻ ഒരു 2 vs 1 സിറ്റുവേഷനൊക്കെ പലപ്പോഴും വരുന്നുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ അത്രയും മുന്നോട്ട് കയറി വരുമ്പോൾ ഓപ്പണന്റ് ആ രീതിയിൽ തന്നെ ഇറങ്ങിപ്പോകും. സോ അതിനനുസരിച്ച് അവർക്ക് സിറ്റ് ബാക്ക് ചെയ്യാനും ഈ പറഞ്ഞ നല്ല രീതിയിൽ ഇറക്കിയിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പല പ്ലേയേഴ്സും ലോക്കായി പോകുന്നുണ്ട്. നോവയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ക്രൗഡഡ് സിറ്റുവേഷൻസിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ ഡ്രിബ്ലിംഗ് ആണെങ്കിലും അവിടെ ഈ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി എല്ലാവരും പോയി ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിക്കാനൊന്നും മാർക്കും പറ്റില്ലല്ലോ. സോ ആ ലെവലിലേക്ക് ലോക്കായി പോകുന്നുണ്ട്. അതെല്ലാം നോവയുടെ പെർഫോമൻസിനെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇതേ സംഭവം നമ്മൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ച ആദ്യത്തെ ഗോളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ട്രാൻസിഷനിൽ, അതായത് ബ്ലാസ്റ്റേഴ്സ് റിക്കവർ ചെയ്ത ഒരു പന്ത് ട്രാൻസിഷൻ വഴിയാണ് ഇപ്പുറത്തേക്ക് എത്തുന്നത്. അവിടെ ഓൾറെഡി ഫുൾ ബാക്ക് ബീറ്റൺ ആയി കഴിഞ്ഞു. ആ ബോളിൽ തന്നെ ഫുൾ ബാക്ക് ബീറ്റൺ ആയി. പിന്നെ നോക്ക് ഈസി ആയിട്ട് ബോക്സിനകത്തേക്ക് കയറാനും നല്ലൊരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. സോ ഇവിടെ ട്രാൻസിഷൻ വഴി, ഒരു കൗണ്ടർ ട്രാൻസിഷൻ വഴി അറ്റാക്കിംഗ് പാറ്റേണിലേക്ക് പോകുന്നതായിരിക്കും നോവയ്ക്കാണെങ്കിലും ലൂണയ്ക്കാണെങ്കിലും ഹേസൂസിനൊക്കെയാണെങ്കിലും സ്പേസ് ഒരുപാട് കിട്ടാനും അവിടെ അറ്റാക്കിംഗ് സ്ട്രെങ്ത് ഫുള്ളി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുക. അത്തരം സിറ്റുവേഷൻസിൽ ഇവർ ഡേഞ്ചർ ആവുന്നുണ്ട്. അല്ലാത്ത സിറ്റുവേഷനിൽ ഇവർ മാർക്ക് ചെയ്യാനും ഈ പറഞ്ഞ പോലെ അവരുടെ പെർഫോമൻസ് വരാതിരിക്കാനും അത് കാരണമാവുന്നുണ്ട്. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഞാൻ മാച്ച് രണ്ടാമത് കണ്ടപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഈ ഒരു ടീം ഒരു ഡിസ്ട്രോയറിനെ എത്രത്തോളം ആവശ്യപ്പെടുന്നുണ്ടോ അതേപോലെ തന്നെ ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കറേയും ആവശ്യപ്പെടുന്നുണ്ട്. അതായത് പല സിറ്റുവേഷൻസിലും ബ്ലാസ്റ്റേഴ്സ് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് കയറി തന്നെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഡിഫൻസീവ് മിഡിൽ അല്ലെങ്കിൽ സെൻട്രൽ മിഡിൽ കളിക്കുന്ന ഫ്രെഡിക്കോ വിബിനോ പന്ത് കിട്ടുമ്പോൾ ഇവരുടെ ഒരു മെജോറിറ്റി പാറ്റേൺ, പന്ത് കൊടുക്കുന്ന പാറ്റേൺ നോക്കുകയാണെങ്കിലും വിങ്ങിലേക്കാണ്. ഒന്നല്ലെങ്കിൽ നോവയിലേക്ക് ലോങ് ബോൾ അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ലോങ് ബോൾ. ഇതല്ലാതെ സെന്ററിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ പാസുകൾ ഇവരിൽ നിന്ന് കാണുന്നത് വളരെ കുറവാണ്. അത് ത്രൂ തന്നെ വേണമെന്നില്ല. ലൂണെ കണ്ടെത്തുന്ന, ഹേസൂസിനെ കണ്ടെത്തുന്ന അത്തരത്തിലുള്ള ബോളുകൾ കുറവായിട്ടാണ് ഇവരിൽ നിന്ന് വരുന്നത്. ഇവരെങ്ങനെയൊക്കെ പന്തെടുത്താലും സൈഡ് ബേസ് ആണ് കളിക്കുന്നത് കൂടുതലും. ഒന്നല്ലെങ്കിൽ ഫുൾ ബാക്കിലേക്ക് അല്ലെങ്കിൽ ആ സൈഡിലെ വിങ്ങേഴ്സിലേക്ക്. അത് സെന്റർ ബാക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള അറ്റാക്കിംഗ് പാറ്റേൺ വരുമ്പോഴാണ് ഇത് പ്രെഡിക്റ്റബിൾ ആയിട്ട് പോകുന്നതും കുറച്ചുകൂടി നോവ സെൻട്രിക് ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം സ്റ്റൈൽ മാറുന്നതും. എങ്ങനെയൊക്കെ പന്ത് കിട്ടിക്കഴിഞ്ഞാലും നേരെ നോവയിലേക്ക് പന്ത് കൊടുക്കുന്നു. സോ അവിടെ ഓൾറെഡി നോവയെ പൂട്ടാനൊരു പ്ലാൻ ഓപ്പണന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ എപ്പോഴും ചെയ്താൽ മതി. സോ ഇവിടെ സെൻറ്ററിലേക്കുള്ള പാസുകൾ, ആ ഡിഫൻസീവ് മിഡിന്റെ ഡീപ് ലൈൻ പ്ലേ മേക്കർ റോളിൽ വരുന്ന ടൈപ്പ് ഓഫ് പാസുകൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഒരു തിരിച്ചു വരവിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റാറുടെ ഗെയിം സ്റ്റൈലോ ടാക്ടിക്സോ
വലിയ മോശമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അറ്റാക്കിംഗ് മൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു ടീമിന് സൂട്ടബിൾ ആവുന്ന ഒരു ടാക്ടിക്സ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് അതിനില്ല. അത് റിയാലിറ്റിയാണ്. ഈ പറഞ്ഞ ഡിഫൻസീവിലുള്ള പ്ലേയേഴ്സ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ സെൻട്രൽ മിഡ് ആണെങ്കിലും അവിടെ എല്ലാം ഈ പറഞ്ഞ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിഫൻസീവ് ലൈൻ കൈകാര്യം ചെയ്യാൻ ലീഡർഷിപ്പ് ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡിഫൻഡർ, പേസ് ഉള്ള ഒരു ഡിഫൻഡർ, സ്വീപ്പറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഡിഫൻഡർ, അതുപോലെ തന്നെ ഫുൾ ബാക്കിൻ്റെ ആ ഒരു ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സപ്പോർട്ട്, പിന്നെ ഈ പറഞ്ഞ സെൻട്രൽ മിഡ് ഡീപ് പ്ലേയിങ് ആയിട്ടും ഡിസ്റ്റോറായിട്ടും കളിക്കാൻ പറ്റുന്ന 2 പ്ലേയേഴ്സിൻ്റെ സാന്നിധ്യം, ഇതൊന്നും നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊന്നും ഈ ഗെയിംസിൽ ഡിമാൻഡ് ചെയ്യുന്ന ലെവലിലേക്കുള്ള പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന താരങ്ങളല്ല. അത് ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവരുടെ പെർഫോമൻസ് അങ്ങനെ ഇമ്പ്രൂവ് ആയാലുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാ മാച്ചിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. സോ പ്ലേയേഴ്സിനെ എത്തിക്കുക. സോ ഇവിടെ ഒരു പ്ലെയറോ 2 പ്ലെയറോ വന്നതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. പല പ്ലേയേഴ്സിനെ, ഒന്നിലധികം പ്ലേയേഴ്സിന്റെ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് നിലവിലെ ഗെയിംസിൽ വരുന്നത്. സോ അവർക്കൊക്കെ ഒരു റീപ്ലേസ്മെന്റ് ഈ ഗെയിം സ്റ്റൈൽ ആവശ്യപ്പെടുന്നുണ്ട്. സോ അവിടെ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ തന്നെ എത്തിച്ചിട്ട് സ്റ്റാറേക്ക് ആ ഒരു ഗെയിം സ്റ്റൈൽ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. രണ്ടാമത്തേത് സ്റ്റാഗർ ചെയ്യേണ്ട കാര്യം ഈ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഗെയിം സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരിക. ഡിഫൻസീവ് ലൈൻ ഇട്ടിട്ടോ, മിഡ് ബ്ലോക്ക് ഇട്ടിട്ടോ, ലോ ബ്ലോക്ക് ഇട്ടിട്ടോ, ട്രാൻസിഷൻ വഴി ഗോൾ അടിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ചേഞ്ച്. പേസുള്ള പ്ലേയേഴ്സ് ഉണ്ട്, ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന, ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ട്. നോവ, ഹേസൂസ്, അതുപോലെ തന്നെ ലൂണ, ഇവരുടെയൊക്കെ സ്ട്രെങ്ത് നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ആണെങ്കിൽ അറ്റാക്കിംഗ് ട്രാൻസിഷൻ തന്നെ വരണം. കണ്ടിന്യൂസ് ആയിട്ട് ബോൾ കീപ്പ് ചെയ്ത് പൊസിഷൻ വെച്ച് അറ്റാക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇവർക്ക് സ്പേസും ടൈമും ക്രിയേറ്റീവായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്നത് ട്രാൻസിഷനിലാണ്. അവിടെയാണ് ഒരുപാട് ഗ്യാപ്സും ഒരുപാട് ഓപ്പണന്റ് ഡിഫൻസ് ഒന്ന് ഷേക്ക് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഇവരുടെ അറ്റാക്ക് നല്ല രീതിയിൽ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഒന്ന് ചേഞ്ച് ചെയ്ത്, ഒന്ന് ഗെയിം സ്റ്റൈൽ ഒന്ന് മാറ്റി, ഒന്ന് ഇറക്കിയിട്ട് ഡിഫൻസ് ഇട്ട് വിത്തൗട്ട് ദ ബോൾ പന്ത് റിക്കവർ ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ്സിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് അങ്ങനെ മിഡിൽ വെച്ചിട്ടോ സ്ട്രൈക്ക് സോണിൽ വെച്ചിട്ടോ പന്ത് റിക്കവർ ചെയ്ത് ഒഫൻസീവ് ട്രാൻസിഷൻ വഴി ഗോൾ അടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഗെയിം സ്റ്റൈലിലേക്കുള്ള ഒരു ചേഞ്ച് സ്റ്റാഗർ നടത്തണം. ടീമിന്റെ ലിമിറ്റേഷൻസിനനുസരിച്ച് ടീം ഒരുക്കാനും ഗെയിം സ്റ്റൈൽ ഡിസൈൻ ചെയ്യാനും സ്റ്റാഗർ ശ്രമിക്കണം. ഇത് 2 നടപ്പിലാവാത്ത സാഹചര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സോ എന്തായാലും ഈ പറഞ്ഞ സ്ട്രിക്ട്ലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഇതൊന്നും പ്രവചനോ പ്രഡിക്ഷൻസോ ഒന്നും അല്ല. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേഞ്ചസോ മിസ്റ്റേക്സ് ഒക്കെ വരുമായിരിക്കും. എന്തായാലും എൻ്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്തത് മാത്രം. എന്തായാലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.